നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ ശക്തി ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുരാതന രഹസ്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ കണ്ടുപിടുത്തം നടത്തുന്ന ശാസ്ത്രജ്ഞൻ, നല്ല ഭാവനയുള്ള ഒരു കവി, അല്ലെങ്കിലൊരു ആത്മീയ ഗുരു, ഇവർക്കൊക്കെ എന്തായിരിക്കും പൊതുവായൊരു കാര്യം? ഒരുപക്ഷേ ഇവരുടെയൊക്കെ ഈ കഴിവിന് പിന്നിലെ രഹസ്യം ഒന്നു തന്നെയാണെങ്കിലോ? അതെ, ഇത് വെറും യാദൃശ്ചികമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഉണരുമ്പോഴാണ് ഇങ്ങനെയുള്ള കഴിവുകൾ പുറത്തുവരുന്നത്. അപ്പോ എന്താണ് ഈ പറയുന്ന നിഗൂഢമായ ശക്തി? പൗരാണിക ഗ്രന്ഥങ്ങളൊക്കെ ഇതിനൊരു പ്രത്യേക പേരിലാണ് വിളിക്കുന്നത്, കുണ്ടലിനി. കുണ്ടലിനി എന്ന് കേൾക്കുമ്പോൾ ഇതൊരു സങ്കല്പം മാത്രമാണെന്ന് കരുതരുത്. നമ്മുടെയൊക്കെ പരിണാമത്തിന് പിന്നിലെ ഒരു പ്രധാന ഊർജ്ജമാണിത്. പഴയ താന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ ഒരു സർപ്പത്തോടാണ് ഉപമിക്കുന്നത്. നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും താഴെയായി ഇങ്ങനെ ചുരുണ്ടുകൂടിയിരുന്ന് ഉണരാനായി കാത്തിരിക്കുന്ന ഒരു ശക്തിയുടെ സർപ്പം. ശരി, അപ്പോ ഈ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരുതരം ഇന്നർ മാപ്പ് അല്ലെങ്കിൽ ഒരു ആന്തരിക ഭൂപടം തന്നെയുണ്ട്. യോഗശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം ഒഴുകി നടക്കുന്നത് ചില പ്രത്യേക വഴികളിലൂടെയാണ് എന്നാണ്. ഇതിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് ചക്രങ്ങൾ എന്നു പറയുന്നത്. ഈ ഊർജ്ജം സഞ്ചരിക്കുന്ന പാതകളെ നാഡികൾ എന്നും വിളിക്കുന്നു. ഇവിടെയാണ് സംഭവം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നമ്മുടെ നട്ടെല്ലിന്റെ ഭാഗത്തുള്ള ഓരോ ചക്രത്തിനും തലച്ചോറിലെ ഓരോ പ്രത്യേക കേന്ദ്രവുമായി നേരിട്ട് ബന്ധമുണ്ട്. അതായത് എന്താ, നമ്മുടെ ഊർജ്ജവും നമ്മുടെ ബോധവും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഈ ഊർജ്ജമൊഴുകുന്ന പ്രധാനപ്പെട്ട 2 ചാനലുകളുണ്ട്. ഒന്ന് ഇടനാഡി, 2 പിംഗളനാഡി. ഇടനാഡി നമ്മുടെ മനസ്സിന്റെയും ഉൾക്കാഴ്ചയുടെയും ഭാഗമാണ്. അതിനെ ചന്ദ്രനോടാണ് ഉപമിക്കുന്നത്. നേരെമറിച്ച് പിംഗളനാഡി നമ്മുടെ ശരീരത്തിന്റെയും യുക്തിയുടെയും ഭാഗമാണ്. അതിനെ സൂര്യനോടും. യോഗയുടെ പ്രധാന ലക്ഷ്യം തന്നെ ഈ 2 ശക്തികളെയും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഈ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഊർജ്ജം നടുവിലുള്ള പ്രധാന ചാനലായ സുഷുമ്നാഡിയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങും. ഇതിനെ പണ്ടുള്ള യോഗികൾ പറഞ്ഞിരുന്നത് സ്വർഗത്തിലേക്കുള്ള കോവണി എന്നായിരുന്നു. എന്തു മനോഹരമായ സങ്കല്പമാണല്ലേ! സുഷുമ്നയിലൂടെ ഈ ഊർജ്ജം മുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ശാരീരികമായ മാറ്റം മാത്രമല്ല, അത് നമ്മുടെ ബോധത്തിന്റെ തലത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്, ഒരു യാത്രയാണ്. ഈ യാത്രയെ നമുക്ക് പ്രധാനമായും 3 സ്റ്റേജുകളായിട്ട് കാണാം. ഏറ്റവും താഴെയുള്ള മൂലാധാര ചക്രത്തില് നമ്മുടെ ബോധമെന്ന് പറയുന്നത് വെറും നിലനിൽപ്പിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും. പക്ഷേ ഈ ഊർജ്ജം മുകളിലോട്ട് പോയി അനാഹത ചക്രത്തില്, അതായത് ഹൃദയത്തിന്റെ ഭാഗത്തെത്തുമ്പോൾ ബോധം സ്നേഹത്തിലേക്കും ഇച്ഛാശക്തിയിലേക്കുമൊക്കെ വികസിക്കും. അവസാനം പുരികങ്ങളുടെ നടുവിലുള്ള ആജ്ഞാചക്രത്തിലെത്തുമ്പോഴോ അവിടെ നമുക്ക് ഉയർന്ന അറിവും ഉൾക്കാഴ്ചയുമൊക്കെ കിട്ടിത്തുടങ്ങും. അനാഹത ചക്രത്തിലെത്തുമ്പോഴുള്ള ആ ഒരു മാറ്റം വ്യക്തമാക്കുന്നൊരു വാചകമുണ്ട്: വിധിയെന്നത് സത്യമാണ്, പക്ഷേ അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും. ഒന്നാലോചിച്ച് നോക്കിയേ, വിധിയുടെ ഒരു ഇരയായി ജീവിക്കുന്നതിൽ നിന്ന് മാറി നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. രസകരമായ മറ്റൊരു കാര്യം എന്താണെന്നാൽ, ഈ അനാഹത ചക്രത്തെ കൽപ്പവൃക്ഷമെന്നും പറയാറുണ്ട്. അതായത് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു മരം. കാരണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചിന്തിക്കുന്നത് യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും. അപ്പോൾ അതൊരു വലിയ ശക്തിയാണ് അല്ലേ? അതോടൊപ്പം വലിയൊരു ഉത്തരവാദിത്വവും. അതുകൊണ്ട് തന്നെ ഓരോ ചിന്തയിലും നല്ല ശ്രദ്ധ വേണം. ശരി, ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള യോഗശാസ്ത്രത്തിലെ കാര്യങ്ങളാണ്. ഇതിന് ഇന്നത്തെ മോഡേൺ സയൻസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് ഈ പുരാതന മാപ്പും നമ്മുടെ തലച്ചോറും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പുരാതന മാപ്പും ആധുനിക തലച്ചോറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. ഉണ്ട് എന്നു തന്നെയാണ് ഉത്തരം. ഒന്ന് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇടനാഡിയില്ലേ, അതിന്റെ ഉൾക്കാഴ്ച നൽകുന്ന സ്വഭാവം തലച്ചോറിന്റെ വലതുഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുമായി നല്ല സാമ്യമുണ്ട്. അതേപോലെ യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന പിംഗളനാഡി തലച്ചോറിന്റെ ഇടതുഭാഗവുമായും കണക്റ്റഡാണ്. അപ്പോ സുഷുമ്നാഡിയോ? അത് തലച്ചോറിന്റെ ഈ 2 ഭാഗങ്ങളും ഒരുമിച്ച് പൂർണ്ണമായൊരു ബാലൻസിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് സ്റ്റേറ്റാണ്. അപ്പോൾ ഈ യാത്രയുടെയൊക്കെ അവസാനം എന്താണ് ഇതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം? ഈ യാത്ര അവസാനിക്കുന്നത് നമ്മുടെ തലയുടെ മുകളിലുള്ള സഹസ്രാര ചക്രത്തിലാണ്. ഇവിടെ വെച്ചാണ് ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്ന ശക്തിയും ബോധത്തെ പ്രതിനിധീകരിക്കുന്ന ശിവനും ഒന്നാകുന്നത്. ഊർജ്ജവും ബോധവും തമ്മിലുള്ള ഈ പൂർണ്ണമായ ലയനത്തെയാണ് നമ്മൾ ജ്ഞാനോദയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ അപാരമായ കഴിവുകളിലേക്കുള്ള വഴികാട്ടി, ആ ഭൂപടം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. പക്ഷെ ചോദ്യമിതാണ്, ആ ഭൂപടം തുറന്നു വായിക്കാനും ആ വഴിയിലൂടെ സഞ്ചരിക്കാനും നിങ്ങൾ തയ്യാറാണോ?